നമുക്ക് കോഴിക്കോട് പോയപ്പോഴുള്ള ഡേന്റെ പാർട്ട് 2 വീഡിയോ കണ്ടാലോ? പാർട്ട് 1 കാണാത്തവർ എന്തായാലും അത് പോയിട്ട് കാണണേ. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പോയത് SM സ്ട്രീറ്റിലേക്കാണ്, അതായത് നമ്മുടെ മിഠായി തെരുവ്. അങ്ങനെ അവിടെ നിന്ന് കുറെ കറങ്ങി. അവിടെ നിന്ന് എനിക്ക് ഒത്തിരി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ നിന്ന് കുറെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഒരു ജ്യൂസും കുടിച്ച് നേരെ നമ്മുടെ ബീച്ചിലേക്ക് പോയി. ഒത്തിരി പ്രാവശ്യം ഞാൻ കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിലും കോഴിക്കോട് ബീച്ചിലാകെ 2-3 പ്രാവശ്യം മാത്രമേ പോയിട്ടുള്ളൂ. അതും പോയിക്കണമെന്ന് വെച്ചാൽ ഉച്ച സമയത്തൊക്കെയാണ്. ഈ ഒരു ടൈമിൽ എന്റെ ഓർമ്മയിൽ ഇപ്പോഴാണ് ഞാൻ വരുന്നത്. ബാക്കിയുള്ള ബീച്ചുകളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കോഴിക്കോട് ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫുഡ് നമുക്ക് തിന്നാൻ കിട്ടും. കുറേ കാശ് അങ്ങനെ പോകും. നമ്മൾ തന്നെ ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കബാബ്, കൂന്തൽ നിറച്ചത്, ഉപ്പിലിട്ടത്, കാടൻ മുട്ട, അങ്ങനെ കുറേ സാധനം. മെയിൻ ആയിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചൊരു സാധനമാണ് കല്ലുമ്മക്കായ. കല്ലുമ്മക്കായ വാങ്ങിച്ചെങ്കിലും പക്ഷെ അതിൻ്റെ ഉള്ളിൽ കല്ലുമ്മക്കായ ഉണ്ടായില്ല, വെറുതെ പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പാത്തു ഇപ്പം ഐശ്വര്യയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഐശ്വര്യത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അങ്ങനെ വൈകിട്ട് നമ്മൾ ബീച്ചിലേക്ക് വന്നിട്ട് രാത്രി ആയപ്പോഴേ നമ്മൾ ബീച്ചിൽ നിന്ന് പോയത്. ഇനി നമ്മുടെ ട്രെയിൻ വരുന്നത് 9:30-ക്കാണ്. സോ അതിനനുസരിച്ചാണ് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോടത്തെ വിശേഷങ്ങൾ. അപ്പോൾ എത്രയുള്ളൂ, ബൈ.